ഹലോ ഹലോ. ഹലോ അമ്മേ, ഓ, അൻസുമോളായിരുന്നോ? എവിടായിരുന്നു അമ്മേ? ഞാൻ കുറച്ചു മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് ഞായറാഴ്ചയല്ല മോളെ, ഞങ്ങളിതേ പള്ളി കഴിഞ്ഞിപ്പോ എത്തിയുള്ളൂ. അമ്മ എന്തെടുക്കായിരുന്നു? ഇവിടെ അടുക്കളയിൽ കുറെ പണിയുണ്ടായിരുന്നേ. അല്ല, ഇത് മോള് പള്ളി പോയില്ലേ ഞായറാഴ്ചയായിട്ട്? എന്റെ അമ്മേ, ഇവിടെ ശനിയാഴ്ച രാത്രിയല്ലേ, പള്ളി നാളെ കാലത്തല്ലേ പോന്നേ. ഓ, അത് ഞാൻ എപ്പോഴും അങ്ങോട്ട് മറന്നു പോകുന്നേ. കൊള്ളാം. അല്ല മോളെ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ പപ്പേനെ വിളിക്കട്ടെ. പപ്പേ, പപ്പേ. ഞാൻ വരുന്നു. ദേ അൻസുമോള് വിളിക്കുന്നു. ഞാൻ വരുന്നേ. ആ മോളെ, പപ്പ വരുന്നുണ്ട് കേട്ടോ. അല്ല, നമ്മളെ വാവുക്കുട്ട അവിടെ എന്തെടുക്കാം മോളെ? വാവക്കുട്ടൻ ഉറങ്ങിയമ്മ, അവധി ആയതുകൊണ്ട് മനുവേട്ടനും ഉറങ്ങി. അവിടെ എന്തുണ്ട് അമ്മേ വിശേഷം? അവൻ എന്തിയേ? ഓ, നമ്മുടെ അനുമോനോ? ആന്നേ. അവൻ അവിടെ വേദപാഠം കഴിഞ്ഞ് പിള്ളേരുടെ കൂടെയൊക്കെ കറങ്ങി നടന്ന് എപ്പ വീട്ടിലെത്താനാ? ആ മോളെ, ദേ പപ്പ വന്നിട്ടുണ്ട് കേട്ടോ, പപ്പയ്ക്ക് കൊടുക്കാവേ. മോളെ, ഹലോ. ആ പപ്പ കേക്കാവോ? കേക്കാം. സുഖമല്ലേ അവിടെ? ആ സുഖമായിട്ടിരിക്കുന്നു പപ്പ. വാവുകുട്ടനും മനുമോനും എന്ത് പറയുന്നു? അവർ രണ്ടുപേരും ഓൾറെഡി കിടന്ന് ഉറങ്ങി. മോളെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ പപ്പ, ഞാൻ കഴിഞ്ഞ തവണ വിളിച്ചപ്പോ പറഞ്ഞിരുന്നില്ലേ ഇവിടെ പുതിയ പള്ളിയും പിന്നെ രൂപതയൊക്കെ വരുന്ന കാര്യം. അതിന്റെ ഉദ്ഘാടനവും പരിപാടികളും ഒക്കെ ആയിരുന്നു പപ്പ കഴിഞ്ഞ ആഴ്ച. അതെയോ? ആണോ മോളെ? അത് നല്ല കാര്യാണല്ലോ. അതേന്നേ, വലിയ ആഘോഷമായിരുന്നു. ഇവിടെ തൊട്ടടുത്താണ് പപ്പ പള്ളിയും ബിഷപ്പും എല്ലാം. വെറും 15 മിനിറ്റ് പോയാ മതി പപ്പ. മോളെ അൻസുമോളെ, പള്ളിയും കാര്യങ്ങളൊക്കെ നല്ലതാ. ഇത്രയും രൂപത ഈ നാട്ടിലുള്ളപ്പോൾ അമേരിക്കയിൽ പുതിയ രൂപത തുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് വെറുതെ അമേരിക്കയിലുള്ള പാവം മലയാളിയുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാനുള്ള അടവാന്നേ. 1-2 മാസം കഴിയുമ്പോൾ അവർ തന്നെ പൂട്ടി കെട്ടിക്കോളും. ഒന്ന് പോയി പപ്പ. ഒന്നും മിണ്ടാതിരി പപ്പ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആ കൊച്ചിനെ വിഷമിപ്പിക്കാണ്ടിരുന്നേ. മോളെ, മോൾ അതൊന്നും ഓർക്കണ്ട കേട്ടോ. പപ്പയ്ക്ക് ഈ പള്ളിക്കാരൻ വരുമ്പോ എപ്പോഴും ഉള്ളതായി പരിപാടി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ പൊന്നു പപ്പ, ഇവിടെ ഞങ്ങൾക്കൊക്കെ എന്ത് സന്തോഷാണെന്നറിയോ. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പള്ളിയും രൂപതയും നാട്ടിലെ പോലെ മലയാളം കുർബാനയും എല്ലാം കൂടി എന്ത് സന്തോഷാ. ഞാനിപ്പോ വിളിച്ച ഒരു കാര്യം പറയാനാ അപ്പ. എന്തുവാ? ആ TV ഒന്ന് ഓണാക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇനാഗുറേഷന്റെ പരിപാടികൾ ഉണ്ടായിരുന്നെന്ന്. അതെല്ലാം ഇപ്പൊ TV കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ വീഡിയോ എടുത്തായിരുന്നു. ചിലപ്പോ ഞങ്ങളെ കാണാൻ പറ്റുമായിരിക്കും. ഓണാക്കി നോക്കിക്കേ. അതെയോ? മോളുണ്ടോ? ആന്നേ. എന്നാ നോക്കട്ടെ. കണ്ടിട്ട് ഞാൻ അടുത്ത ആഴ്ച വിളിക്കുമ്പോൾ പറയാം കേട്ടോ. വാവക്കൊട്ടനും എല്ലാവർക്കും ചക്കര ഉമ്മ കേട്ടോ. ഓക്കെ മോളെ, എല്ലാവർക്കും അമ്മയുടെ ചക്കര ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. എന്നാ ശരി, വെക്കട്ടെ. ഈ റിമോട്ട് എന്തിയേ? ഈ റിമോട്ട് എവിടെ വെച്ചാലും കാണുകയല്ലോ. ദേ ഇരിക്കുന്നു പപ്പ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അമേരിക്കൻ വീക്കിലി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അമേരിക്കൻ മലയാളി സമൂഹത്തിനും സീറോ മലബാർ കത്തോലിക്ക സഭയ്ക്കും ഏറെ അഭിമാനകരമായ ചരിത്ര നിമിഷങ്ങൾ ഈ ആഴ്ചയിൽ അരങ്ങേറി. കേരളത്തിലെ സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ആത്മീയ പാരമ്പര്യവും വിശ്വാസ മൂല്യങ്ങളും ഉൾക്കൊണ്ട് അമേരിക്കയിൽ ഷിക്കാഗോയിൽ പുതിയതായി ഒരു രൂപത സ്ഥാപിക്കുകയും അതിൻ്റെ ഉദ്ഘാടനാഘോഷങ്ങൾ അതിഗംഭീരമായി അരങ്ങേറുകയും ചെയ്തു. പുതിയ ഷിക്കാഗോ രൂപതയുടെ പ്രഥമ ബിഷപ്പായി മാർ ജേക്കബ് അങ്ങാടിയത്ത് ചുമതലയേറ്റെടുത്തു. സഭയുടെ ചരിത്രത്തിൽ ഇതൊരു പുതിയ അധ്യായമായി മാറി. അമേരിക്കൻ മലയാളി സമൂഹത്തിനും സീറോ മലബാർ കത്തോലിക്ക സഭയ്ക്കും ഏറെ അഭിമാനകരമായ ചരിത്ര നിമിഷങ്ങൾക്ക് നൂറുകണക്കിന് വിശ്വാസികൾ സാക്ഷിയായി. ഈ മഹത്തായ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആചരിക്കപ്പെട്ടു. പുതിയ രൂപതയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിരവധി വിശ്വാസികളും ആത്മീയ നേതാക്കളും സാമൂഹ്യ പ്രതിനിധികളും പങ്കെടുത്തു. അമേരിക്കൻ വീക്കിലി ന്യൂസിൻ്റെ പേരിൽ മാർ ജേക്കബ് അങ്ങാടിയത്തിനും
പുതിയ ഷിക്കാഗോ രൂപതയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ മാർ ജേക്കബ് അങ്ങാടിയത്ത് പുതിയ ഷിക്കാഗോ രൂപതയുടെ ആദ്യ ബിഷപ്പായി ചുമതലയേറ്റെടുത്തു. മിശിഹായെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ചേച്ചിയേ, സാലി ചേച്ചിയേ. ആ ഷീനയോ? എന്താ ഷീനെ? വാ കേറി വാ. ഇന്ന് കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞോ? ആ പരിപാടി അങ്ങോട്ട് നേരത്തെ കഴിച്ചു വെച്ചു. ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാ വിശേഷം ചേച്ചി? സുഖമായിട്ടിരിക്കുന്നു. ചേട്ടൻ എന്ത് ചേച്ചി? ചേട്ടൻ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പപ്പേ പപ്പേ. ആ ദാ വരുന്നു. ആ ഷീനയോ? ആ എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. അയ്യോ, ഇതെന്നാ പറ്റിയ കാലിന്? ഓ അത് ഷട്ടിൽ കളിക്കാൻ പോയതാ. ഷട്ടിലോ? ഇവിടെ എവിടെയാ ചേട്ടാ ഷട്ടിൽ കളിക്കുന്നേ? അത് പിന്നെ ഷീനെ, എൻ്റെ പൊന്ന് ഷീനെ, നിനക്കെന്താ? അതീ പപ്പ കഴിഞ്ഞ ദിവസം പശുവിനെ കെട്ടാൻ പോയപ്പോഴേ പശു വലിച്ചു വീഴ്ചതാന്നേ. എന്നിട്ട് പശുവിന് വല്ലതും പറ്റിയോ? എൻ്റെ ഷീനെ, നിന്റെ ഒരു തമാശ. ആ അത് പോട്ടെ. ഷീന ചുമ്മാ വന്നതാണോ? അല്ല ചേട്ടാ, നമ്മുടെ പറമ്പിലേ ആ പിള്ളേർ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറയാൻ വന്ന. ഇന്നാള് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നേ കുറച്ച് തേങ്ങ വേണമെന്ന്. ഓ ഞാൻ അങ്ങോട്ട് വരാം. ജോസില്ലേ അവിടെ? ഇല്ല, ജോസിയേട്ടൻ വൈദ്യൻ്റെ അടുത്ത് വരെ പോയത്. അമ്മച്ചിയുടെ ആണേ കഷായം തീർന്നു പോയായിരുന്നേ, അതിനുവേണ്ടി പോയതാ. ആ ആണോ? ആ പിന്നെ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? അമ്മച്ചിക്ക് യാതൊരു കുഴപ്പവും ഇല്ല. ഇപ്പാണ് ആ പറമ്പിൽ ചെന്ന് ആ പിള്ളേരുടെ പുറകെ തേങ്ങയുടെ കണക്കും പറഞ്ഞ് അവിടെ നിപ്പുണ്ട്. അത് ശരി. എന്നെ കണ്ടാലാണേലോ അയ്യോന്ന് പറഞ്ഞു കടപ്പാ. ഈ കഷായം കുടിപ്പൊക്കെ വെറും തട്ടിപ്പാന്നേ. തട്ടിപ്പോ? ആ തട്ടിപ്പ് തന്നെ. ചേട്ടനാണെങ്കിൽ അമ്മ പറയുന്ന വേദവാക്യം എപ്പോഴും കഷായം മേടിച്ചുകൊണ്ട് പുറകെ നടപ്പാ. അത് ശരി. ആഹാ, ചേച്ചി പുതിയ മാല വാങ്ങിയോ? കൊള്ളാലോ, നല്ല രസമുണ്ട് ചേച്ചി. ഇതെവിടുന്ന് ചേച്ചി വാങ്ങിയേ? ഇതങ്ങനെ വലിയ സ്വർണ്ണമൊന്നല്ലെന്നേ. ഇത് നമ്മുടെ പപ്പേ അമേരിക്കയിലെ നമ്മുടെ അൻസുമോളില്ലേ, അവൾക്ക് വേണ്ടി ഒരു ഡാൻസ് പരിപാടിക്ക് വാങ്ങിച്ചതാ. അവിടെ എന്ത് പരിപാടി ചേച്ചി? അവിടെ നമ്മുടെ സീറോ മലബാർ രൂപതയുടെ 10ാം വാർഷികമായിരുന്നു. ആ, അതിന്റെ ഭാഗമായിട്ടേ നമ്മുടെ അൻസുമോളുടെ ഒരു ഡാൻസ് പരിപാടി ഉണ്ട്. ഓ, പക്ഷെ പപ്പ ഈ മാല വാങ്ങിച്ചപ്പോഴേക്കോ അവളുടെ കൂട്ടുകാരി ഒരു മാല അവൾക്ക് ഓൾറെഡി കൊടുത്തുന്നേ. അപ്പൊ പിന്നെ ഈ മാല ഇവിടെ ഇരിക്കല്ലേ, അപ്പൊ ഞാൻ ഈ കുളി കഴിഞ്ഞപ്പോ ഒന്ന് ഇട്ടു നോക്കിയതാ. കൊള്ളാല്ലേ ഷീനെ? ചേച്ചിക്ക് നന്നായിട്ടും ചേരുന്നുണ്ട്. ആ അതെ അതെ. അമേരിക്കയിൽ രൂപത തുടങ്ങിയിട്ടേ എൻ്റെ കാശ് വരെ പോയത് മിച്ചം. ഒന്ന് പോ പപ്പേ, പിശുക്കതരം പറയാതെ. എന്നാണേലും എന്നാ ചേച്ചിക്കിടാല്ലോ. ആ അതെ അതെ, ചേച്ചിക്കിടാം. അത് പോട്ടെ, അമേരിക്കയിൽ എന്നായിരുന്നു പരിപാടി? ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ആ കഴിഞ്ഞോ? ഷീന എന്നാലും നല്ല സമയത്താ വന്നേ. ആ പരിപാടി ഇപ്പൊ തന്നെ ടി വിയിലുണ്ട്. ആൻസ്മോള് കുറച്ചു മുന്നേ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. അവളെയും ടി വിയിൽ കാണാന്നാ പറഞ്ഞേ. ഓ, അൻസുമോളെ ടി വി കാണാന്നോ? ഒന്ന് നോക്കണല്ലോ. പപ്പേ ആ ടി വി ഒന്ന് ഓണാക്കിക്കേ. ഷീന വാ, അകത്തേക്ക് വാ, കാണാം നമുക്ക്. അൻസുമോളെ കണ്ടിട്ടാണേ ഒത്തിരി നാളായി. ആ അതിനിപ്പോൾ എന്താന്നേ, നമുക്ക് ഇപ്പം തന്നെ കണ്ടു കളയാം. തിരുനാഥാ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. തിരുനാഥാ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം. അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ.
മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ തിരുനാഥ ശരണം ശരണം മമ ഗുരുവേ കൃപ നീ തരണം അടിയങ്ങൾ നിൻ തിരുമുൻപിൽ ഒരു മനമോടെ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ നല്ല ദൈവമേ നന്ദിയോടെ ഞാൻ തിരുസന്നിധി കൈതൊഴുന്നിതാ. പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നു എൻ്റെ ചേച്ചിയെ. നല്ല മാർക്ക് കിട്ടുമെന്നേ. എപ്പോഴും ഇങ്ങനെ ചോദിക്കണ്ട. എല്ലാവരും പറയുന്നത് ഞാനായിരിക്കും 2023 ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് എന്നാണ്. ആ ബെസ്റ്റ് അത് ചിലപ്പോ അവര് നീ പോകുന്നതിന്റെ സന്തോഷം കൊണ്ട് പറയുന്നതായിരിക്കണ ചെക്ക. അങ്ങനെ ആവാനും വഴിയുണ്ട്. എടാ മോനെ, നീ നിന്റെ കോളേജിന്റെ കാര്യമെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്ക് കേട്ടോ. എൻ്റെ ചേച്ചി പിന്നെയും തുടങ്ങി. ഞാൻ ചെയ്യാന്നേ. കുഞ്ഞളിയാ എന്നോടാ ആ അളിയാ, എന്നെ ഉണ്ട് അളിയാ. പപ്പയും അമ്മ എന്തിയടാ? അമ്മയോ? അമ്മ അടുക്കളയിലുണ്ട്. അമ്മേ അമ്മേ. എന്റെ ചെക്ക പിച്ചക്കാരൻ വിളിക്കുന്ന പോലെ വിളിക്കാതടാ. ആ എനിക്ക് മനസ്സിലായി മക്കളാണെന്ന്. ആ അമ്മേ എന്നാ ഉണ്ടമ്മേ? ആ മോളെ 2 ദിവസമായി മുട്ടിനൊരു വേദന. അപ്പൊ മരുന്നൊന്നും കഴിച്ചില്ലേ അമ്മ? മരുന്നും മന്ത്രമൊക്കെ ഉണ്ട് മോളെ, കുറഞ്ഞു വരുന്നു. അമ്മ എന്തിയായിരുന്നു? കുക്കിംഗ് ആയിരുന്നോ? കുക്കിംഗ് ഒന്നല്ല, അവിടെ കുറച്ച് പയറുണ്ടായിരുന്നേ, അത് അരിയായിരുന്നു. അമ്മേ, അമ്മയുടെ കറികളെ കഴിച്ചിട്ട് എത്ര നാളായി അമ്മേ? അതിനെന്താ മോനെ, ഉണ്ടാക്കി തരാലോ. മോളെ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ പരിപാടിയൊക്കെ? പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു അമ്മ. പക്ഷേ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഒരു ഇമോഷണൽ പരിപാടിയായിരുന്നു അമ്മേ. ആദ്യമായിട്ടാണ് അമ്മ ഒരു ബിഷപ്പ് റിട്ടയർ ചെയ്ത് മറ്റൊരു ബിഷപ്പ് ഇങ്ങനെ ചാർജ് എടുക്കുന്നത് കാണുന്നത്. ഓ അത് ശരിയാണല്ലോ. നമ്മുടെ അങ്ങാടിയത്തെ പിതാവ് ഇവിടെ തന്നെ ഉണ്ടാവുന്നാ പറഞ്ഞത്. എന്നാലും സ്ഥാനം ഒഴിഞ്ഞു മാറിയപ്പോ ഞങ്ങൾക്കെല്ലാം വലിയ സങ്കടമായിരുന്നു അമ്മ. സാരില്ല മോളെ, ഇത്രയും നാള് ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ, പിന്നെ എങ്ങും പോകുന്നൊന്നുമില്ലല്ലോ. അല്ല, പുതിയ ബിഷപ്പിനെ മോള് പരിചയപ്പെട്ടോ? ആ പുതിയ ബിഷപ്പിനെ ഞങ്ങൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മ. നേരിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല, തിരക്കല്ലായിരുന്നോ അമ്മേ? ഈ ബിഷപ്പില്ലേ അമ്മേ, കാനായിലെ കല്യാണ നാളിൽ നിന്നുള്ള പാട്ട് എഴുതിയത് ഈ ബിഷപ്പാണമ്മേ. ഏത് പാട്ട്? ആ യേശുദാസ് പാടിയ പാട്ടില്ലേ അമ്മ, കാനായിലെ കല്യാണ നാളിൽ നിന്നുള്ള സൂപ്പർ ഹിറ്റ് പാട്ട്, അത് ഈ ബിഷപ്പാണമ്മ എഴുതിയത്. അതുപോലുണ്ടല്ലോ, ആ ആൽബത്തിലെ എല്ലാ പാട്ടും എഴുതിയ ഈ ജോയി ആലപ്പാട്ട് ബിഷപ്പാണമ്മേ. ഓ ആണോ? എന്തായാലും ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പപ്പ എന്തിയാ അമ്മേ? ആ പപ്പ ഇവിടെയുണ്ട്. പപ്പ എന്ത് ചെയ്യാ? ആ പപ്പ ഇവിടെ സാധാരണ ചെയ്യണ പരിപാടി തന്നെ, തലമുടി കറുപ്പിക്കല്. അമ്മേ, പപ്പയുടെ തലയിൽ അതിന് മുടി വല്ലതുണ്ടോ കറുപ്പിക്കാനായിട്ട്? എന്റെ മോനെ, ഡൈ മുഴം പോണതാ മീശ കറുപ്പിക്കാനാന്നേ. അതിനെന്തടാ ചെറുക്ക നീ ഇങ്ങനെ ചിരിക്കണേ? കണ്ടില്ലേ അവന്റെ ഒരു തല? കണ്ണി കണ്ട സാധനങ്ങളോളം വാരി വലിച്ച് തേച്ച് തല കണ്ടില്ലേ, കോളിഫ്ലവറിന്റെ പോലെ ഇരിക്കണേ. ശ്രദ്ധിച്ചില്ലേ, നിന്റെ തല ഇതുമാതിരി പപ്പയുടെ പോലെ ആവേ. ഓ ഇനി എൻ്റെ തലയിൽ കയറിക്കോ. ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു. മക്കളെ, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ പിന്നെ പുതിയ ബിഷപ്പും പള്ളിയും പരിപാടിയും എല്ലാം കൊള്ളാം. മക്കളെ, സമയം മുഴുവൻ ഇതിൻ്റെ പുറകെ നടക്കാതെ ജോലി ചെയ്ത് 10 കാശുണ്ടാക്കുന്നു. എന്റെ പപ്പേ എപ്പോഴും ഇങ്ങനെ പൈസ കണക്ക് പറയാതെ, അവരുടെ പള്ളിയും സൺഡേ സ്കൂളും ഒക്കെ എന്ത് നല്ല കാര്യ. അതൊക്കെ ജനങ്ങൾക്കൊരു ഉപകാരല്ലേ. പപ്പ ഇപ്പോഴും പഴയ പപ്പ തന്നെ. ഓ ഈ പപ്പയുടെ ഒരു കാര്യം. പിന്നെ പപ്പ, ഞാനിപ്പം വിളിച്ച ഒരു കാര്യം പറയാനായിട്ടായിരുന്നേ. എന്തുവാ? ഞാനൊരു യൂട്യൂബ് ലിങ്ക് അയച്ചിട്ടുണ്ടേ, അത് ക്ലിക്ക് ചെയ്തിട്ട് ടിവിയിലോട്ടൊന്ന് സ്ട്രീം ചെയ്തേ. ആ എന്തുവാടി മോളെ?
ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടി ചെയ്ത ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ് പപ്പ. അതൊന്ന് കണ്ടു നോക്കിയിട്ട് പറയണേ. ഞാൻ നാളെ ജോലിക്ക് പോകുമ്പോൾ വിളിക്കാട്ടോ. ഓക്കെ, ഞങ്ങളെന്നാ കണ്ടു നോക്കട്ടെ. ഞങ്ങൾ കണ്ടു നോക്കിയിട്ട് വിളിക്കാം കേട്ടോ. എല്ലാവർക്കും ചക്കര ഉമ്മ. ഓക്കെ മക്കളെ, അമ്മയുടെ ചക്കര ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അമേരിക്കൻ വീക്ക്ലി ന്യൂസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹത്തായ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അമേരിക്കൻ മലയാളി സമൂഹത്തിനും സിറോ മലബാർ കത്തോലിക്ക സഭയ്ക്കും അഭിമാനകരമായ നിമിഷങ്ങൾ ഈ ആഴ്ച ഷിക്കാഗോയിൽ അരങ്ങേറി. കേരളത്തിലെ സിറോ മലബാർ കത്തോലിക്ക സഭയുടെ ഭാഗമായ ഷിക്കാഗോ രൂപതയ്ക്ക് പുതിയ ബിഷപ്പ് നിയമിതനായി. രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് വിരമിക്കുന്ന വേളയിൽ രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പായി മാർ ജോയ് ആലപ്പാട്ട് ചുമതലയേറ്റു. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് യേശു മിശിഹ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കാനായിലെ കല്യാണനാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലും രൂപതയുടെ യാത്രയിലും ഇത് പുതിയ അധ്യായമായി മാറി. ഈ മഹത്തായ സമ്മേളനത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളും ആത്മീയ നേതാക്കളും സാമൂഹ്യ പ്രതിനിധികളും സാക്ഷിയായി. അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ സാംസ്കാരിക പ്രതിഫലനമായ ഈ ചടങ്ങ് ഭക്തിസാന്ദ്രമായി അരങ്ങേറി. നൂറുകണക്കിന് കലാകാരന്മാർ പങ്കെടുത്ത കലാസാംസ്കാരിക പരിപാടിയിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച പ്രമേയം ജനശ്രദ്ധ പിടിച്ചുപറ്റി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. Oh, hi. Do I know you? Who are you? You know me. I am hatred. Tell me who you are, my little man. I am Love. Have we ever met before? Yes, we have met before. I have been looking for you. You always interfere my business. But today,
we will end you forever. What do you mean, we? Who are you talking about? My friends, we are all tired of you standing in our way. Who are you guys? I am anger. And I am fear. And I am greed. The splendor of the King, clothed in majesty, let all the earth rejoice, let all the earth rejoice. He wraps himself in light, and darkness rises too high, and trembles at his voice, trembles at his voice. How great is our God? Sing with me, how great is our God? And all will see how great is our God. Hey,
Your attention, please. Preview. Your attention, please. Please do not smoke in the terminal building. Smoking is only permitted in the specified smoking areas. Thank you. ആ ഹലോ, ആ മോളെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ ലാൻഡ് ചെയ്തു. അമ്മ ഓക്കെ അല്ലേ അപ്പാ? അമ്മ ഡാബിളൊക്കെ, അവൾക്ക് കയറിയത് ഓർമ്മയുള്ളൂ. ഉറക്കം തന്നെയായിരുന്നു. പിന്നെ ഇരുന്ന് മടുത്തു, അതൊരു കുഴപ്പമുള്ളൂ. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. കുറേ കൊമ്പും വൈക്കോലും ചക്കവളഞ്ഞിയും എന്തൊക്കെയോ കിട്ടി, അതൊക്കെ തിന്നു. പിന്നെ അടുത്ത സായിപ്പ് തിന്നുമൊക്കെ ഞാനും തിന്നു. അവൻ കളഞ്ഞല്ല, ഞാനും കളഞ്ഞു. അമ്മ കിട്ടിയതെല്ലാം കൂടെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ കിട്ടിയ സാധനങ്ങളല്ലേ മോളെ, അതൊക്കെ പിന്നെ കളയാൻ പറ്റോ? ഞാനതെൻ്റെ പിള്ളേർക്ക് കൊടുത്തോളാം. അല്ല മോളെ, പിള്ളേരുണ്ടോ കൂടെ? ഇല്ലമ്മ, ഞാനും മനുവേട്ടനേ ഉള്ളൂ. എല്ലാം കേട്ടോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അമ്മേ, എല്ലാവർക്കും കൂടി ഇരിക്കാൻ വലിയ പാടാ. പിന്നെ പെട്ടിയില്ലേ, പിന്നെ പിള്ളേർക്ക് നാളെ പള്ളിയിലും പോകണ്ടല്ലേ. ഹായ്, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അമ്മയും പപ്പയും കൂട്ടി എനിക്ക് നാളെ പള്ളി പോവാലോ. എനിക്ക് എന്ത് സന്തോഷാണെന്നറിയോ. എത്ര കൊല്ലായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഫൈനലി നിങ്ങൾ എത്തിയല്ലോ. ഹലോ മോളെ, ആ ഞങ്ങൾ പെട്ടിയെല്ലാം എടുത്ത് പുറത്തിറങ്ങി കേട്ടോ. ഇമിഗ്രേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇമിഗ്രേഷനിലായിരുന്നു ഭയങ്കര കോമഡി. അയാൾ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാനും പറഞ്ഞു. അവസാനം ഞാൻ എല്ലാത്തിനും യെസ് യാ പറഞ്ഞു. പിന്നെ ഡോളറിൻ്റെ കാര്യം എന്തോ അയാൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നോ 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 എന്ന്. പിന്നെ എല്ലാം നോ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് അയാൾ മീശ കണ്ടിട്ടാന്ന് തോന്നുന്നു സീൽ ചെയ്ത് പാസ്പോർട്ട് കൈ തന്നു. അമ്മയോട് പിന്നെ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. ഈ പപ്പാടെ ഒരു കാര്യം. ആ പിന്നെ നാളെ ഇവിടെ വലിയ ആഘോഷമാണ് കേട്ടോ. എന്താഘോഷം മോളെ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ രൂപതയുടെ 25ാം വാർഷികാഘോഷമാണെന്ന്? ആ അത് കൊള്ളാം. ഇനിയിപ്പോൾ പള്ളിയും പരിപാടിയെല്ലാം നേരിട്ട് കാണാലോ. എത്ര നാളായി അമ്മയുടെയും പപ്പായുടെയും കൂടെ പള്ളിയിൽ പോയിട്ട്. എന്റെ ഏറ്റവും വലിയ സന്തോഷം പപ്പയ്ക്കും അമ്മയ്ക്കും ഏതായാലും ഇത്തവണ എല്ലാം നേരി കാണാലോ. നാളെ കുർബാന കഴിഞ്ഞാൽ ഉടനെ പരിപാടി തുടങ്ങും. ആ എന്നാൽ പിന്നെ എല്ലാ പരിപാടിയും നേരിട്ട് തന്നെ കണ്ടേക്കാം.
one true God who reigns over all things and the universe. Almighty God, Christ of the last days. This is the Holy Spirit's testimony, proof undeniable. He's working to bear testimony everywhere. So no one will have any doubt, the triumphant King, Almighty God has prevailed over the world. He has been victorious over sin and accomplished His redemption. The whole earth shall rejoice, it praises the triumphant King, Almighty God, forever and ever. Worthy are you of honor and praise. The one true God who reigns over all things and the universe, Almighty God, Christ of the last days. This is the Holy Spirit's testimony, proof undeniable. He saves us who are corrupted by Satan. He makes us complete to do His will. He reigns over the earth and recaptures this land and chases Satan into the bottomless pit. The whole earth shall rejoice, it praises the triumphant King, Almighty God, forever and ever. Worthy are you of honor and praise. Authority and glory be to you, the great King of the universe. Authority and glory be to you, the great King of the universe. എൻ്റെ മോളെ എന്തു നല്ല പരിപാടിയായിരുന്നു. ഇത് ടി വിയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ നേരിട്ട് കാണുമ്പോ. ആ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ പപ്പ അമ്മ വാ, അച്ഛനെ ബിഷപ്പിനെ എല്ലാം ഒന്ന് പരിചയപ്പെടാന്നേ. പിതാവേ, ഇതെന്റെ പപ്പയും അമ്മയുമാണേ. ഇവർ ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇതെന്റെ ഹസ്ബൻഡ്. പിള്ളേർ രണ്ടുപേരും പള്ളി വലിയ ആക്റ്റീവാ. യാത്രയൊക്കെ വന്നായിരുന്നോ? ഇവിടെ വന്നിട്ടെല്ലാം ഇഷ്ടപ്പെട്ടോ? പപ്പ ഇവിടെ വരുന്നതുവരെ പള്ളി രൂപതയെല്ലാം ഭയങ്കര ദേഷ്യമായിരുന്നു. എല്ലാം വെറും ബിസിനസ്സാണെന്നാണ് പപ്പ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വന്നെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പ കാലുമാറി. കാലുമാറിയെങ്കിൽ ഈ കാലുമാറ്റം ഒരു നല്ല കാര്യമാണല്ലോ. പിതാവ് എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ ചെറിയ ലോകത്ത് നിന്നുകൊണ്ടാണ് ഇത്ര നാൾ എല്ലാത്തിനെയും കണ്ടതും വിമർശിച്ചതും. ഞാൻ അതിനെല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. ഇവിടെ വന്നെല്ലാം നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് നമ്മുടെ പള്ളിയുടെയും സഭയുടെയും ഒക്കെ വില എന്തെന്ന് മനസ്സിലായത്. പുറംനാട്ടിൽ ജനിച്ച എൻ്റെ കൊച്ചുമക്കൾ മലയാളം പറയുന്നതും മലയാളത്തിൽ പ്രാർത്ഥന ചൊല്ലുന്നതും എല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പിതാവേ. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ കൂട്ടായ്മയും സന്തോഷവും നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. നമ്മുടെ സീറോ മലബാർ സഭ ലോകമെമ്പാടും 25, 50, 100 വർഷം പിന്നിടട്ടെ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനും ഇതിലും വലിയ അനുഗ്രഹം വേറെ എന്താ വേണ്ടത്? രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ പങ്കെടുക്കുകയുണ്ടായി. ആഘോഷത്തെ ആത്മീയതയിൽ നിറച്ച് സഭയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന പരിശുദ്ധ പിതാവായ പോപ്പ് മാർ ലിയോ 14 സാന്നിധ്യമുണ്ടായിരുന്നു.
ഇരുവരുടെയും വരവോടെ ചടങ്ങ് ദൈവികതയും ഭക്തി നിർഭരതയും നിറഞ്ഞ ഒരു അനുഭവമായി മാറി.